പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റീറ്റെയിലിംഗ് ചെയ്താൽ നമുക്ക് പാസീവ് ഇൻകം കിട്ടില്ല. റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇൻകം ആണ്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്ക് 1000 രൂപയുടെ റീറ്റെയിൽ ചെയ്താൽ എനിക്ക് വരുമാനം കിട്ടും, എനിക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ആ പ്രോഫിറ്റ് എന്ന് പറയുന്ന പേര് ആക്റ്റീവ് ഇൻകം എന്നാണ്. ഹലോ, ബെന്നി സാർ കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 1-2 മാസമായിട്ട് വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. കാലിൽ എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ ആഴ്ചയിലും 2,10,000 വെച്ച് കിട്ടി. ആ ഇൻകത്തിന് പറയുന്ന പേരാണ് പാസീവ് ഇൻകം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാസീവ് ഇൻകം കിട്ടി? അദ്ദേഹം ശക്തമായ ഒരു ടീമിനെ ഉണ്ടാക്കി. അദ്ദേഹം ശക്തരായ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ടീമിനെ ഉണ്ടാക്കുന്നവർക്കും ലീഡേഴ്സിനെ ഉണ്ടാക്കുന്നവർക്കും മാത്രമേ എന്ത് കിട്ടുള്ളൂ? പാസീവ് ഇൻകം കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ ആരെങ്കിലും ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പാസീവ് ഇൻകത്തിനാണെങ്കിൽ നമ്മൾ ഇന്നു മുതൽ ചെയ്യേണ്ട കാര്യം ശക്തമായൊരു ടീമിനെ ബിൽഡ് ചെയ്യുക. ഹലോ, ശക്തമായൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമ്മളെല്ലാ ആഗ്രഹങ്ങളും, നമ്മളെല്ലാ സ്വപ്നങ്ങളും, നമ്മളെല്ലാ കടപ്പാടുകളും, എല്ലാ കടമകളും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ട ഒരു വരുമാനമായിട്ട് നിങ്ങൾ എല്ലാവരും കാണും. തുടക്കം മുതലേ ഞാൻ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ CTC റാങ്കിലേക്ക് എത്തിയത്. ഞാൻ ആരെ കാണണമെങ്കിൽ ഞാൻ എന്താ പറയാ, ഞാൻ ബിസിനസ് ആണ് പറയാം, പ്രൊഡക്റ്റ് പറയാറില്ല. പ്രൊഡക്റ്റ് പറഞ്ഞാൽ മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രൊഡക്റ്റിനെക്കാട്ടും ഉപരിയായിട്ട് ഞാൻ പറയാ ബിസിനസ് ആണ് പറയാം. ഒരു ഐഡിയ അടിച്ചാൽ ആ കസ്റ്റമർക്ക്, ആ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാം. അതുകൊണ്ട് എന്റെ കൂടെ ഒരുപാട് ആളുകൾ ഐഡിയ അടിച്ചു. ഐഡിയ അടിച്ച് എല്ലാവരും ബിസിനസ് ചെയ്ത് വെച്ചാൽ ചെയ്തിട്ടില്ല. പക്ഷെ ചില ആളുകൾ ചെയ്തു, ചില ആളുകൾ ചെയ്തില്ല. ചെയ്ത ആളുകളെ വെച്ചുകൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു. ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ട് ചെയ്ത സമയത്താണ് എന്റെ ജീവിതത്തിലും എന്റെ ബിസിനസ്സിലും വലിയ മാറ്റം പറയാം. എന്തായാലും എന്റെ ഒരു ബിസിനസ് ലൈഫിൽ ഞാൻ ചെയ്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ ബിസിനസ്സിലൂടെ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു നേട്ടം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ എനിക്കൊരു അച്ചീവ്മെന്റ് മൈ ലൈഫിലൂടെ കിട്ടിയത്, എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു എനിക്ക് ഒരു സാധാരണ വീട്ടിൽ ജനിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാൻ യാതൊരുവിധ ചാൻസ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു പാസ്പോർട്ട് പോലും എടുക്കാതെ ഇരിക്കുന്ന സമയത്താണ് MI ലേഷ്യൽ എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ മലേഷ്യയിൽ വെച്ച് വെക്കുന്നത്. അപ്പൊ അതിന് കമ്പനി പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളെയാണ് കൊണ്ടുപോകുക, ബിസിനസ് ചെയ്യാത്ത എല്ലാവരും കൊണ്ടുപോകില്ല. അങ്ങനെ ടാർഗറ്റ് തന്നു. ആ ടാർഗറ്റ് അനുസരിച്ചിട്ട് ഒരു കോൺടെസ്റ്റ് വിളിച്ചു. ആ കോൺടെസ്റ്റ് വിൻ ചെയ്യുന്നവർക്ക് കൺവെൻഷനിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. കാരണം ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ ഒന്ന് ഫ്ലൈറ്റിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത് MI ലേഷ്യലിന് വേണ്ടിയാണ്. ഒരു തവണ പോലും പാസ്പോർട്ട് എടുക്കാത്ത എന്നെ സംബന്ധിച്ച് വളരെ ഫ്രീ ആയിട്ട്, വളരെ സൗജന്യമായിട്ട് 7 ദിവസം മലേഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യത്ത് ഒരു എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ചുറ്റിക്കറങ്ങി വരാനുള്ള അവസരം MI ലേഷ്യ എന്ന കമ്പനി നമുക്ക് തന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്റെ ഫസ്റ്റത്തെ അച്ചീവ്മെന്റ് തുടങ്ങുന്നത്. ആ അച്ചീവ്മെന്റിലൂടെയാണ് ഞാൻ ഈ MI ലേഷ്യ എന്ന് പറയുന്ന കമ്പനിയെ മനസ്സിലാക്കുന്നത്. അവിടെ ആ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷനിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫെസിലിറ്റീസ്, ആ ഫെസിലിറ്റീസ് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരു സാധാരണക്കാരന്റെ വ്യക്തിയാണ് ആദ്യമായിട്ടാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നത്. മലേഷ്യയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ പോലെയല്ല, ലോകത്തിലെ എല്ലാ ബിസിനസ്സുകാരും വരുന്നൊരു ഹോട്ടലാണ്. അവിടെ അവർ താമസിക്കുന്നതും അവിടെ എൻജോയ് ചെയ്യുന്നതും ഒരു ദിവസം അവരുടെ എക്സ്പെൻസ് ഒക്കെ അറിഞ്ഞ സമയത്താണ് എനിക്ക് മനസ്സിലായത്, നമ്മളൊന്നും ജീവിക്കുന്നത് ഒരു ജീവിതമല്ല, മനുഷ്യന്മാർ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് ലോകത്തിന് മനസ്സിലായത് അങ്ങ് മലേഷ്യയിൽ പോയപ്പോഴാണ്. അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സ് വലുതായത്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നമ്മൾ എന്തിനാ വിദേശത്തേക്ക് ട്രിപ്പ് പോട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ആൻസറേ ഉള്ളൂ, നമ്മളെ മനസ്സ് വലുതാക്കാതല്ല. നമ്മുടെ മനസ്സെപ്പോഴും ചുരുങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. ചെറിയ മനസ്സായിട്ട് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും. 2,10,000 രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ രാജാവാന്ന് വിചാരിക്കും. എന്നാലും മലേഷ്യയിൽ പോയിട്ട് ഇതേമാതിരി 7 സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ഹോട്ടലൊക്കെ ഒരു ദിവസം താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആഴ്ചയിൽ 2-10 കിട്ടിയാൽ പോരാ, ആഴ്ചയിൽ ഒരു 3 ഐഡിയെങ്കിലും ഉണ്ടാവണം. സീലിംഗ് ആയാലും ചായ കുടിക്കാനുള്ള പൈസ ഉണ്ടാവണം മനസ്സിലാവണമെങ്കിൽ ഒന്ന് മലേഷ്യ പോലുള്ള, സിംഗപ്പൂർ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി വരണം. അവിടുത്തെ ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി കൃത്യമായിട്ട് അവിടെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു. മലേഷ്യയിലെ ഏറ്റവും വലിയ സിംബൽ എന്ന് പറയുന്നത് അവിടുത്തെ പെട്രോണാസ് ടവർ ആണ്. ആ പെട്രോണാസ് ടവർ എന്ന് പറയുന്നത് ഞാൻ സിനിമയിലും ഫോട്ടോസിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ട സാധനമാണ്. പക്ഷെ ആ പെട്രോണാസ് ടവറിന്റെ ഉള്ളിൽ കയറാനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഞാൻ മലേഷ്യയിലെ കൂടെ നിന്നുകൊണ്ടാണ്. ആ കൺവെൻഷൻ നടക്കുന്നത് ആ ഹാളിന്റെ ഉള്ളിലാണ്. ആ പെട്രോണാസ് ടവറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്തത്, നമ്മളെ കൺവെൻഷൻ നടത്തിയത്. അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ പവർ എന്താണ്. മലേഷ്യയിലെ മേയർ വന്നിട്ടാണ് ആ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത് മലേഷ്യയിലെ മേയറാണ്.
ആ മലേഷ്യയിലെ മേയർ പ്രവീൺ സാറിനോട് പറയാണ്, നിങ്ങൾ മലേഷ്യയിലോട്ട് വാ, നിങ്ങളെ കമ്പനി മലേഷ്യയിലേക്ക് വാ, എല്ലാവിധ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്തു തരാം. അവർ ഞെട്ടിപ്പോയി. നമ്മൾ ഇത്രയും ആളുകളല്ലേ പോയത്. അവിടെ നമ്മളെ സംബന്ധിച്ച് അവർ അത്രയും വലിയൊരു ഒരു കൺവെൻഷൻ അവർ നടത്തിയിട്ടേ ഇല്ലെന്നാ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു മാനേജ്മെന്റ് ആണല്ലോ. തിരിച്ചറിവോട് കൂടിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. തിരിച്ചിങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നത് ഞാൻ അങ്ങോട്ട് പോയ വ്യക്തിയായിട്ടല്ല. തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് കമ്പനിയുടെ വിഷൻ എന്താണ്, കമ്പനിയുടെ മിഷൻ എന്താണ്, വരുന്ന ഒരു 10 കൊല്ലത്തേക്ക്, വരുന്ന 20 കൊല്ലത്തേക്ക്, വരുന്ന 50 കൊല്ലത്തേക്ക് വ്യക്തമായ മിഷൻ ഉള്ളൊരു കമ്പനിയാണ് MILSJ. അന്ന് പ്രവീൺ ജെ ചന്ദ്ര സാർ ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് ഞാൻ പ്രവീൺ ചന്ദ്ര സാർ ആദ്യമായിട്ട് കാണുന്നത്. ഹലോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് MILSJ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഗ്ലോബ് എടുത്തിട്ട്, ഒരു ഭൂഗോളം എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങൾ തൊട്ടാൽ ആ രാജ്യത്ത് നിങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം എല്ലാ രാജ്യത്തും ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രവീൺ സാർ പറഞ്ഞു. നിങ്ങൾ സ്വപ്നം കാണും, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ നിങ്ങൾ മടിക്കണ്ട, നിങ്ങൾ എല്ലാ രാജ്യവും നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകും. അവിടെ നിങ്ങളെ സ്വപ്നം കണ്ടാൽ മാത്രം മതി. അവിടെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫുൾ ടൈം അല്ല, ഞാൻ പാർട്ട് ടൈം ആയിരുന്നു ആ സമയത്ത് ചെയ്തിരുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തീരുമാനമെടുത്തത്, ഞാനിത് പാർട്ട് ടൈം ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് ഫുൾ ടൈം ചെയ്യേണ്ട ബിസിനസ് അല്ല, ഇത് ലൈഫ് ടൈം ചെയ്യേണ്ട ബിസിനസ് ആണെന്നൊരു തിരിച്ചറിവോട് കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. അതിനുശേഷം ശക്തമായിട്ട് ബിസിനസ് ചെയ്തു. അവിടുന്ന് പ്രവീൺ ചന്ദ്ര സാറെ കാണാനും പരിചയപ്പെടാനൊക്കെ അന്ന് എനിക്ക് സാധിച്ചു. അന്ന് അദ്ദേഹത്തിന് കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ നെക്സസ് പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ടതാണ്. അദ്ദേഹത്തെ അടുത്തറിയാനൊക്കെ നമുക്ക് സാധിച്ചു. തിരിച്ചു വന്ന് അതിശക്തമായിട്ട് ബിസിനസ് ചെയ്തു. എന്റെ ബിസിനസ്സിലെ രണ്ടാമത്തെ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബെന്നി സാറ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബെന്നി സാറ് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്ന ലീഡറാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്കൊരു 10 വണ്ടി, 10 കാർ ഒരുമിച്ച് ഇറക്കണം എന്ന് പറഞ്ഞു. 10 ലീഡേഴ്സിന്റെ കാർ ഒരു ദിവസം ഇറക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആരൊക്കെ ആയാലും സമ്മതം വെച്ചത് ഞാൻ കൈവക്കി. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം, ഇത്ര മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. കാരണം കാർ എന്ന് പറയുന്നത് വലിയൊരു ആഡംബരമാണ്. അതൊന്നും വാങ്ങാനുള്ള സാമ്പത്തികാവസ്ഥ എനിക്കില്ല, എന്റെ ഫാമിലിക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണം, ഇത്ര മാത്രം ആഗ്രഹിച്ചത്. പക്ഷെ MILSJ വന്നു 1.5 വർഷം ആകുമ്പോഴേക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു കാറിലോട്ട് മാറാൻ സാധിച്ചു. ഇതെന്റെ ഫസ്റ്റത്തെ കാറാണ്, ഓൾട്ടോ 800 ആണ്. ഇത് ആക്ച്വലി ഇനാഗുറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലിയും MILSJ ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരുമിച്ചാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ നിന്നാണ് തുടക്കം എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊരു കാർ വാങ്ങിയ സമയത്ത് നേരത്തെ അയ്യൂബ് സാറ് പറഞ്ഞ മാതിരി നമ്മൾ റിജക്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ റിജക്ട് ചെയ്ത ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് അയ്യൂബ് സാറ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ റിജക്ട് ചെയ്ത ആളുകളെ നമ്മൾ ഒരിക്കലും പിണക്കാതിരുന്നാൽ അവർ വീണ്ടും നമ്മുടെ ടീമിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കാറ് വാങ്ങിയതിനു ശേഷം ആദ്യമായിട്ട് പോയത്, ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ബിസിനസ് സംസാരിച്ച സമയത്ത് എന്നെ റിജക്ട് ചെയ്ത എന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ്. ഹലോ, ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് വലിയ പ്രതീക്ഷയോട് കൂടി, നമുക്കറിയാലോ അല്ലെ, നമ്മളെ കൂടെ എന്തിനും നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ ആദ്യം പോവാം. ഒരു ബിസിനസ് അവസരം കിട്ടിയ സമയത്ത്, പ്രത്യേകിച്ച് നമ്മളെ കൂടെ ഒരു ടീം വർക്ക് ആയ സ്ഥിതിക്ക് ഞാൻ ആദ്യം പോയത് എങ്ങോട്ടേക്കാ? ആദ്യം പോയത് എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ കാറായിട്ട് പോയി അവിടെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം എന്നെ റിജക്ട് ചെയ്ത് ഒഴിവാക്കിയ വ്യക്തിയാണ്. ഞാനൊരു ബ്രാൻഡ് ന്യൂ കാറായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കാറിന് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു അവസ്ഥ, ഒരു മുഖഭാവം എങ്ങനെ ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കി. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമാണ്. ശരിയാണോ? അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ റിജക്ട് ചെയ്ത ആളെ മുന്നിലെ നമ്മൾ സക്സസ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാം. അവിടെ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുണ്ടാണ്. അദ്ദേഹത്തിന് ഞാൻ പോയ സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞ എന്താണ്, ഇതൊക്കെ അന്ന് വരണമായിരുന്നു, അയ്യൂബ് സാർ പറഞ്ഞ മാതിരി അന്ന് നിന്റെ കൂടെ ജോയിൻ, ഇന്നിപ്പോ വന്നിട്ട് കെട്ടിച്ച് കാര്യമില്ല, നിനക്ക് വലിയ ടീമൊക്കെ ആയി പോയില്ലേ, നിനക്ക് സാറൊക്കെ ആയി പോയില്ലേ. ഞാൻ കൊണ്ട് ഒന്നും ആയിട്ടില്ല, ഇത് തുടക്കം മാത്രമാണ്, നീ എന്റെ കൂടെ വാ, എന്റെ കൂടെ നിൽക്ക്. പക്ഷെ അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന്റെ കോംപ്ലക്സ് അത് സമ്മതിച്ചില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇതേപോലെ റിജക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോണ്ട, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോണ്ട, ആരോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണ്ട. അവിടൊക്കെ നമ്മൾ സംയമനത്തോടു കൂടി ക്ഷമയോട് കൂടി നിൽക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നമുക്ക് അടുത്ത നേട്ടത്തിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഇവിടെ നിർത്തിയിട്ടില്ല, ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി ഇത് ശക്തമായിട്ട് പ്രവർത്തിച്ചു. ബെന്നി സാർ എന്റെ വീട്ടിൽ വന്നിട്ട് ബിസിനസ് പറയുന്ന സമയത്ത് ആഴ്ചയിൽ 2,10,000 പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ 2,10,000 എനിക്ക് വേണ്ട, എനിക്കുള്ള നിലവിലുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരു 35,000-40,000 രൂപ ഉണ്ട്. എനിക്കൊരു മാസം എങ്ങനെ പോയാലും ഒരു 35,000-40,000 രൂപ വേണം. എനിക്ക് ഒരുപാട് ചിട്ടിയുണ്ട്, ഒരുപാട് അടവുകളുണ്ട്. ആ സമയത്ത് ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, സാർ എനിക്കൊരു 10,000 രൂപ മതി. ഹലോ, ഒരു മാസം 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു ചിട്ടി എനിക്ക് അടയ്ക്കാം. ഇതാണ് ഞാൻ ബെന്നി സാറോട് പറഞ്ഞത്. ബെന്നി സാർ നീ പാർട്ട് ടൈം ആയിട്ട് ചെയ്യും, എനിക്ക് പാർട്ട് ടൈം ആയിട്ട് 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് അവസരമാണ്. പക്ഷെ ചെയ്യുന്ന മേഖല എന്തായാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അതിൽ യാതൊരു വെള്ളം നമ്മൾ ചേർക്കാറില്ല. അതിന്റെ ഭാഗമായിട്ട് ശക്തമായിട്ട് പണിയെടുത്തു.
ശക്തമായിട്ട് പണിയെടുത്ത സമയത്ത് ഞാനിപ്പോ 10,000 ആഗ്രഹിച്ച പോലെ എന്റെ ടീമിൽ വന്ന പല ആളുകളും 5,000, 10,000 ഒക്കെ ആഗ്രഹിക്കാൻ തുടങ്ങി. ആഗ്രഹിക്കാനല്ല, അവരാവശ്യക്കാരാണ്. അവർ 5,000-ന് വേണ്ടി പണിയെടുത്തു, 10,000-ന് വേണ്ടി പണിയെടുത്തു, 15,000-ന് വേണ്ടി പണിയെടുത്തു. അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ പണിയെടുത്ത സമയത്ത് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാല് കമ്പനി 436-ാമത്തെ ആഴ്ച കമ്പനി എന്റെ അക്കൗണ്ടിലേക്കും 2,10,000 രൂപ അയച്ചു. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളൊക്കെ മനസ്സിൽ സ്വപ്നം കാണുന്ന ഒരു ഫിഗർ ആണല്ലേ 2,10,000. അവിടെ 2,10,000 എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഫിഗർ ആവുന്ന എന്തുകൊണ്ടാ? ഇത് എല്ലാവർക്കും സാധ്യമല്ല, ശരിയാണോ? MIST സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടില്ല. ഇത് കിട്ടാനുള്ള യോഗ്യത എന്താ? ഇത് കിട്ടാനുള്ള യോഗ്യത എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി സ്വപ്നം കാണാനുള്ളൊരു മനസ്സുണ്ടാക്കാതല്ല. ഞാനിപ്പോ 2025-ലാണ് സംസാരിക്കുന്നത്. 2025 മെയ് മാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ? ഇത് കേട്ടിരിക്കുന്ന കുറെ ലീഡേഴ്സ് ഉണ്ട്. ഈ ലീഡേഴ്സിന് എനിക്ക് പറയാനുള്ളത്, ഈ 2,10,000 രൂപ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു ദിവസത്തെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? എത്ര പേര് കാണുന്നുണ്ട്? ഏത് വർഷമാണ്? 2025 നടക്കുമോ? 2026 നടക്കുമോ? 2027 നടക്കുമോ? നിങ്ങൾ ആ 2,10,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കുമോ? ആര് റെഡി? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിന്റെ ധൈര്യം നിങ്ങൾക്കുണ്ടോ? സാർ, ഈ എമൗണ്ട് ഇതേമാതിരി ഒരു പോസ്റ്റർ, ഇപ്പൊ വിജീഷ് വിജയൻ എന്ന് പറയുന്ന ഒരു ലീഡർ പോസ്റ്റർ 2,10,000 രൂപയുടെ പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്ററിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ തല മാറ്റിയിട്ട് എന്റെ തല ഉണ്ടാവും. ഇതേമാതിരി ഒരു പോസ്റ്റർ ഞാനും ഇറക്കും എന്ന് ഒരു ഡേറ്റ് കൺഫേം ചെയ്യാൻ, ഒരു മാസം കൺഫേം ചെയ്യാൻ, ഒരു വർഷം കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന എവിടെ ആയിക്കോട്ടെ. ഇപ്പൊ സാർ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് ടീം ഒന്നുമില്ല, ഞാനിപ്പോ DTC ആണ്, ഞാനിപ്പോ എന്താ പറയാ ATC ആണ്, ഞാൻ റൂബിയാണ്, സിൽവർ ആണ്, അതൊന്നും വിഷയമല്ല. നമ്മളിപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾക്ക് ഇത് എത്തിപ്പിടിക്കാനുള്ള ഒരു വാശിയുണ്ടോ? നിങ്ങൾക്ക് ചങ്കൂറ്റുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ആ ഒരു ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഈ എമൗണ്ട് വരും. 2,10,000 കിട്ടാൻ കൃത്യമായ ടീമിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി. ഈ ടീം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2,10,000 കിട്ടുന്നത്. എന്തായാലും ഇന്ന് 2,10,000 ഒരു ആഴ്ചയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എല്ലാ ആഴ്ചയിലും 2,10,000 കിട്ടണം. അതിന് വേണ്ടിയിട്ട് ടീമിനെ ബിൽഡ് ചെയ്യാനാണ് ഇപ്പൊ എന്റെ പണി. ഇന്ന് ബെന്നി സാറും അനീഷ് ബാബു സാറും നമ്മുടെ എന്താ പറയാ മുബീൻ മുഹമ്മദ് സാറൊക്കെ ഒന്നിലധികം ഐഡിയകളിൽ 2,10,000 എല്ലാ ആഴ്ചയിലും വാങ്ങുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ ആഴ്ചയിലും വാങ്ങുന്നുണ്ട്, ഒരാഴ്ചയിലല്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ആഴ്ചയിലും ഈ 2,10,000 എത്താനുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്യുക. അപ്പൊ ഇന്ന് മീറ്റിംഗിൽ കയറി എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംഖ്യ 2,10,000 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക എന്നുണ്ടാവും. അവിടെ വീണ്ടും ശക്തമായിട്ട് പ്രവർത്തിച്ചു. നാഷണൽ ടീം കോർഡിനേറ്റർ ആയത് അതിന്റെ അടുത്ത ആഴ്ചകൾ തന്നെയാണ്. 464-ാമത്തെ ആഴ്ചയിലാണ് നാഷണൽ ടീം കോർഡിനേറ്റർ ആവുന്നത്. അതായത് ഇന്ന് പല ആളുകളും പറഞ്ഞു, സാറേ NTC ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാരുതി ഓട്ടോ ആയിട്ട് നടക്കരുത്, കാരണം വരുമാനം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിത നിലവാരം മാറും, ഓട്ടോമാറ്റിക് മാറും. നമുക്ക് ഏത് കാറിൽ പോയാലും നമുക്ക് സ്ഥലത്തെത്താം, പക്ഷെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറണം, അല്ലെ? അങ്ങനെ ഒരു പ്രീമിയം ക്ലാസ് കാറിലോട്ട് മാറാൻ സാധിച്ചു. ആദ്യമായിട്ട് നമ്മുടെ ടീമില് ഒരു കിയ സോണറ്റ് ഇറക്കുന്ന ഒരു ലീഡറായിട്ട് എനിക്ക് മാറാൻ സാധിച്ചു. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ കുറെ ആൾക്കാർ IUSR ടീം തന്നെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് AIG-ൽ ഒരു കിയ സോണറ്റ് ഇറക്കി. കുറെ ആൾക്കാരോട് ഒന്ന് ചോദിച്ചു, സാർ എങ്ങനെയുണ്ട് വണ്ടി എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് നല്ല റെക്കമെൻഡേഷൻ കൊടുത്തു. കുറെ ആളുകൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ലൈഫിൽ ഓരോരോ മാറ്റങ്ങളും മൈ ലൈഫിന്റെ കൂടെ കിട്ടിയതാണ്. ഇന്നിപ്പോ NTC കഴിഞ്ഞു, ജസ്റ്റ് ബ്രാൻഡ് ന്യൂ CTC എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ ദൈവം സഹായിച്ചു. അതിന്റെ കൂടെ ടീമിന്റെ കൂടെ നിന്നു. എത്രയും പെട്ടെന്ന് ITC പിടിക്കണം. നമ്മുടെ വിജയ് സാറെ കൂടെയൊക്കെ, ശിവൻ സാറെ കൂടെയൊക്കെ, എന്റെ അപ്ലൈ ലീഡേഴ്സിന്റെ കൂടെയൊക്കെ ഒന്ന് എനിക്കും നിൽക്കണം. ഇതാണ് എന്റെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് വേണം. അത് ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം തന്നെയാണ്. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. മുന്നോട്ടേക്ക് വെച്ച കാര്യം മുന്നോട്ട് തന്നെ. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും, അല്ലെ? അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലോടും നമുക്ക് ഈ ബിസിനസിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഈ ബിസിനസ് നമുക്ക് എല്ലാം തരും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണം, നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തരും. ഒരു സ്കില്ലോ ഒരു അംബീഷനോ എല്ലാം കൂടി കൂടുന്ന സമയത്താണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. ഇവിടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരാളുടെ മര്യാദയ്ക്ക് സംസാരിക്കാൻ, നന്നായിട്ട് ചിരിക്കാൻ, നന്നായിട്ടൊന്ന് ഡ്രസ് ചെയ്യാൻ, ഇതൊന്നും നമുക്കറിയാം സാധാരണക്കാരന് വശം ഉണ്ടാവില്ല. പക്ഷെ മൈ ലൈഫിൽ നിങ്ങൾ ഏറ്റെടുത്ത് നോക്കിയേ, മൈ ലൈഫിൽ നിങ്ങൾ 1-2 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നോക്കിയേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറും, ഉറപ്പായിട്ടും. ഇപ്പൊ മയൂർ സാറിന്റെ ഒരു പഴയ കാലത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ നിങ്ങൾ എടുത്ത് നോക്കിയേ,
അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ഫോട്ടോ ഇപ്പോഴത്തെ കാലത്തെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അല്ല ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറിന്റെ അല്ലെ വെഡിങ് ദിവസത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കി ഒരുപാട് മാറ്റം ഉണ്ടാവും. കാരണം എന്താ, മൈലേറ്റിൽ വന്ന ശേഷം അദ്ദേഹത്തിന്റെ ടോട്ടൽ ചേഞ്ച് ആണ്. അവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വാക്കിലും നടപ്പിലും സംസാരത്തിലും ഡ്രസ്സിങ്ങിലും ഒക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറും ഒരു പണത്തിന്റെ പിറകെ ഓടുന്ന ഒരു വിഭാഗം ആളുകളല്ല MILST എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരിക്കലും കിട്ടാത്ത കാര്യം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സ്കിൽ എനിക്ക് ലഭിച്ചത് MILSTയിലെ കൂടെ നിന്നുകൊണ്ടാണ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. MILST എന്ന് പറയുന്ന കമ്പനി ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയും. അപ്പൊ അവിടെ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു കാര്യം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെയാണ്. സംസാരിക്കാൻ അവസരം കിട്ടി അപ്പൊ സംസാരിച്ചുകൂടാ. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ്. നമുക്ക് എത്രത്തോളം പെർഫെക്ഷൻ ആവണോ അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. ഈ പ്രാക്ടീസ് ചെയ്യാനുള്ള വേദിയാണ് MILST എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ മതി എന്നൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ട്രെയിൻഡ് ആണെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താണ്, ഞാൻ ഓൾറെഡി സംസാരിക്കുമ്പോൾ ആർക്കും മനസ്സിലാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ MILSTയിൽ വന്നു, എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടി, എന്റെ ആഗ്രഹം ശക്തമായിരുന്നു. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ CTC ആയിട്ട് നിങ്ങൾ സംസാരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ വിജയിക്കാൻ ശക്തമായ തീരുമാനം ആവശ്യമാണ്. വിട്ടുകൊടുക്കാൻ എളുപ്പമാണ് അല്ലെ. ഞാൻ നിർത്തിയാൽ പറഞ്ഞാൽ ഇന്ന് നിർത്തത്. കാരണം MILST നിർത്താൻ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബിസിനസ്സാണ്, ശരിയാണോ തെറ്റാണോ. ഞാൻ നിർത്തിയിട്ട് ഞാൻ വേറെ പണിക്ക് പോകുന്ന ആരും നിങ്ങളോട് ചോദിക്കാറില്ല. പക്ഷെ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്നവനാണ് MILST സക്സസ്. അപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ടൈം ഫ്രീഡം, മണി ഫ്രീഡം ഒക്കെ നമുക്ക് കിട്ടുന്നേ. ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഇന്നിപ്പോ നമ്മളെ എല്ലാ ലീഡേഴ്സിന്റെയും ലൈഫ് സ്റ്റൈൽ എന്താ, അവർക്ക് ഒരുപാട് സമ്പത്ത് മാത്രമല്ല, ആ സമ്പത്തിനെ ആസ്വദിക്കാനുള്ള സമയം കൂടി കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ ഡോക്ടർ സർജനാന്ന് വിചാരിച്ചോ, ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന സർജനാന്ന് വിചാരിച്ചോ, അദ്ദേഹത്തിന് എവിടെയാ ടൈമുള്ളത്? ഹലോ, അദ്ദേഹത്തിന് വിചാരിക്കുന്ന സമയത്ത് ഫാമിലിയുടെ കൂടെ നടക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ എന്തില്ല, ഒരു ടൈം ഫ്രീഡം ഇല്ല. ഇന്ന് ഒരുപാട് NRIs ഉണ്ട് അല്ലെ. നമ്മൾ വിദേശത്ത് പോയിട്ട് നല്ല ബിസിനസ് ചെയ്യുന്ന, നല്ല എന്താ പറയാ, ജോലി ചെയ്യുന്ന, കുറെ വരുമാനം ഉണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എന്താ പറയാ, സ്വന്തം ഭാര്യ പ്രസവിച്ചിട്ട് കുട്ടിയെ പോലും കാണാൻ പറ്റാതെ പണം മാത്രം കിട്ടുന്ന കുറെ പ്രവാസികളെ എനിക്കറിയാം. ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നാട്ടിൽ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന് വരാൻ പറ്റാത്ത കുറെ പ്രവാസികൾ എനിക്കറിയാം. അവർക്ക് എന്തുണ്ട്, അവർക്ക് പൈസ ഉണ്ട്, മണി ഫ്രീഡം ഉണ്ട്, പക്ഷെ എന്തില്ല, ടൈം ഫ്രീഡം ഇല്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത് ഏത് മേഖലയിലെ കിട്ടുക നിങ്ങൾ പഠിച്ചു നോക്കിയേ. ഈ ടൈം ഫ്രീഡവും മണി ഫ്രീഡവും ഒരുമിച്ച് കിട്ടുന്ന ഏത് മേഖലയാണുള്ളത് നിങ്ങൾ ശരിക്കും ചിന്തിക്കും. പണമുള്ളവന് സമയമില്ല, സമയമുള്ളവന് പണമില്ല. ഈ അവസ്ഥയല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, 5 വർഷം നിങ്ങൾ പിടിച്ചു നിൽക്കും. 5 വർഷം നിങ്ങൾ നല്ല ടീമിനെ ബിൽഡ് ചെയ്യും. ഈ ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫെസിലിറ്റിയാണ് ടൈം ഫ്രീഡം ആൻഡ് മണി ഫ്രീഡം എന്ന് പറയുന്നത്. ഒരുപാട് റെക്കഗ്നൈസേഷൻസ്. ഇപ്പൊ നമ്മൾ മൈലൈഫിൽ വന്നതിന് ശേഷം എല്ലാവരും പരസ്പരം വിളിക്കുന്നത് സാറേ മേഡം എന്നാണ്. നമ്മൾ വേറെ പണിക്ക് പോയാലോ എന്താ വിളിക്കുക? ഹലോ, വേറെ പണിക്ക് പോയാലോ വിളിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മൾ ഒന്നും നോക്കണ്ടാന്നേ, ഇവിടെ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്. അവാർഡ്, റെക്കഗ്നൈസേഷൻ അല്ലെ. നമുക്ക് ഒരുപാട് അംഗീകാരങ്ങളും. ഒരു മനുഷ്യന് വേണ്ടത് സമ്പത്തിനെക്കാട്ടും കൂടുതൽ അംഗീകാരമാണ്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കഴിയണം. കുറച്ചും കൂടി വലിയ റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണത്തിന് യാതൊരു സ്ഥാനമില്ല. അവിടെ നമുക്ക് റെസ്പെക്ട് ആണ് വേണ്ടത് അല്ലെ. അവിടെ നമുക്ക് അംഗീകാരമാണ് വേണ്ടത്. അപ്പൊ അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് ഇന്ന് മൈലൈഫിൽ വേണ്ടുവോളം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ കൂടെ വരുന്ന ആളുകൾക്ക് നല്ല അംഗീകാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, നമുക്ക് നല്ല അംഗീകാരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അത് മൈലൈഫിൽ മാത്രമേ കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും, ശരിയല്ലേ? ഇന്നിപ്പോ താമരശ്ശേരി പോയാൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് മലപ്പുറത്ത് പോയാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് കണ്ണൂർ പോയാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഏത് ഏരിയയിൽ പോയാലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സാധിച്ചു. അത് വലിയൊരു സംഭവമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ? ഈ ബന്ധങ്ങളിലൂടെയാണ് നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുക. ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റി എല്ലാം നമുക്ക് മൈലൈഫിലൂടെ കിട്ടുന്ന കാര്യമാണ്. വളരെ സിമ്പിൾ കാര്യമാണ് പറയുന്നത്, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പല ആളുകളും വിചാരിക്കുന്നുണ്ട് ഒരുപാട് പണം കിട്ടും. അതല്ല, നോമിനേഷൻ പറഞ്ഞാൽ നമുക്കറിയാം. കഴിഞ്ഞ നെക്സസിനൊക്കെ വന്ന സമയത്ത് നോമിനേഷൻ ഫെസിലിറ്റി നമ്മൾ കണ്ടതാ. നമ്മുടെ പല ലീഡേഴ്സിന്റെയും ഭാര്യമാർ ഇന്ന് ജീവിക്കുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാ. ഹലോ,
പല ഫാമിലിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശക്തമായ ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ അലസത കാണിക്കരുത്, അവിടെ നമ്മൾ മടി കാണിക്കരുത്. അവിടെ നമ്മൾ അലസത കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ടാവില്ല. നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മളെക്കാട്ടും ശക്തരായ ലീഡേഴ്സിനെ, നമ്മളെക്കാട്ടും ശക്തരായ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. പാസിംഗ് ഇൻകം, നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ ടീം വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിൽ വെട്ടുവീഴ്ച ചെയ്യരുത്. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പൊ നല്ലോണം വരുമാനം ഉണ്ടാക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായിട്ട് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികള്, അല്ലെ, ചികിത്സിക്കാൻ കഴിവില്ലാത്ത ആളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇവയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ തടസ്സം? എന്താ? നമുക്ക് സമ്പത്തില്ല. ഇതിനൊക്കെ എന്താ മാർഗം MIDCയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ വിശ്വാസം ഉണ്ടാക്കുക. നമ്മുടെ കമ്പനിയെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് വിശ്വാസം ഉണ്ടാക്കുക, ബ്രാൻഡിനെ കുറിച്ച് വിശ്വാസം ഉണ്ടാക്കുക, ടീമിനെ കുറിച്ച് വിശ്വാസം ഉണ്ടാക്കുക. എല്ലാത്തിനും വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ഒന്നും മുന്നോട്ട് പോയില്ല. ഈ വിശ്വാസമാണ് നമ്മുടെ സക്സസിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാത്തിനും വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. എന്താണ് കമ്പനി എത്ര വർഷമായിട്ട് വന്നിട്ട്, MIDCന്റെ എക്സ്പീരിയൻസ് എത്ര വർഷമാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അല്ലെ, ഒരു കസ്റ്റമറിൽ നിന്നും റെക്കമെൻഡേഷനിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ സെയിൽസ്മാനായി മാറുന്നത്. ഞാനൊക്കെ ഈ ബിസിനസ് വന്നത് ഒരു കസ്റ്റമർ ആയിട്ടാണ്. കവചപ്രേഷൻ എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ MIDCയിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലൈ ലിറ്റർ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്ന പ്രൊഡക്റ്റ് ഏതാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് നിങ്ങളൊരു കസ്റ്റമർ ആയിട്ടല്ലേ ഉപയോഗിച്ചത്, അല്ലെ? കസ്റ്റമർ ആയിട്ട് ഉപയോഗിച്ച് നിങ്ങൾ പിന്നെ എപ്പോഴാണ് ഇത് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്? ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, മെല്ലെ മെല്ലെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി നമ്മൾ സെയിൽസ്മാൻ ആയിട്ട് മാറുകയാണ്. ശരിയാണോ? സെയിൽസിനെ പറ്റി ABCD അറിയാത്ത നമ്മള് നന്നായിട്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. ശരിയല്ലേ? അവിടെ നിന്ന് നമ്മൾ എന്തേ കാണുന്നത്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. കുറെ ആളുകൾ ഐഡിയ അടിച്ചു, അപ്പം നമുക്ക് ചെറിയൊരു ടീം വന്നു. അവിടെ നമ്മൾ ടീം ലീഡർ ആയിട്ട് മാറി. ഒരു കസ്റ്റമറിൽ നിന്ന് തുടങ്ങിയ നമ്മള് ഇന്ന് ടീം ലീഡർ ആയിട്ട് നിൽക്കുന്നു. യെസ് ഓർ നോ? ശരിയല്ലേ? അവിടെ നമ്മൾ ബിസിനസ്മാൻ ആയിട്ട് മാറുക. ഇപ്പൊ ബെന്നി സാറെ പോലെ, നമ്മുടെ ശൈലേഷ് സാറെ പോലെ, ബിജു VK സാറെ പോലെയൊക്കെയുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ വലിയ ബിസിനസ്മാൻ ആയിട്ട് മാറി. അവർ ടീം ലീഡർ അല്ല. അവർ നോക്കുന്ന എത്ര ടേൺ ഓവർ ആയി, ഒരാഴ്ച എത്ര ടേൺ ഓവർ ആയി അവർ നോക്കുന്നേ. ആണോ അല്ലയോ? ബെന്നി സാർ എന്താ നോക്കുക, ഈ ആഴ്ച എത്ര ടേൺ ഓവർ ഉണ്ട്. അനീസ് സാർ എത്ര നോക്കുക, കോഴിക്കോട് മലബാറിന് എത്ര ടേൺ ഓവർ വന്നു. ആണോ അല്ലയോ? അപ്പൊ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നമുക്ക് പോകേണ്ട സ്റ്റെപ്പുകളാ മനസ്സിലായി നിങ്ങൾക്ക്. അപ്പൊ ഓരോ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴും നമ്മൾ ഡെവലപ്പ് ആവുക. ഇന്നും നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നേ? ഇപ്പോ കസ്റ്റമറിലാണോ, സെയിൽസ്മാനിലാണോ, ടീം ലീഡറാണോ, ബിസിനസ്മാനിലാണോ? നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അവിടെയാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയലിസ്റ്റ് എന്താ? വ്യവസായി മാറാണ്. കോടികളുടെ ടേൺ ഓവർ. റൂബി മുഹമ്മദ് സാറെ പോലെ ആളുകളൊക്കെ ഇന്നൊരു ബിസിനസ്മാൻ അല്ല, ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, വ്യവസായിയാണ്. കാരണം ലക്ഷങ്ങളുണ്ട് ആളുകളുടെ കൂടെ. യെസ് ഓർ നോ? ഇന്ന് നമ്മുടെ എന്താ പറയുക, ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലേ? MA യൂസഫലി എന്ന് പറയുന്നത് ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ വെച്ച് എടുക്കുന്നത്. അതേ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അതേമാതിരി നമ്മൾ എവിടെ കൂടെ പോകുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ട്, വ്യവസായമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കസ്റ്റമറിൽ നിന്ന് തുടങ്ങി ഇൻഡസ്ട്രിയലിസ്റ്റ് ആവാന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കടന്നു പോകുന്നതാണ്. ചില ആളുകൾ സെയിൽസ്മാൻ ആകുമ്പോഴേക്ക് നിർത്തും, ചില ആൾക്കാർ ടീം ലീഡർ ആകുമ്പോഴേക്ക് നിർത്തും, ചില ആൾക്കാർ ബിസിനസ്മാൻ ആകുമ്പോഴേക്ക് നിർത്തും. ഹലോ, അധികം ആൾക്കാർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആവാറില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവണം. മുബീൻ സാറെ പോലെ, അനീസ് സാറെ പോലെ, അല്ലെ? ഒരു വലിയൊരു വ്യവസായിയായിട്ട് നമുക്ക് മാറണം. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പണികളുണ്ട്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലെ? അവിടെ നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഡ്രസ്സിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ MIDCയിൽ വന്നിട്ട് എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാറാൻ തയ്യാറാവണം. യെസ് ഓർ നോ? നമ്മളെ മാറ്റമാണ് നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ കുറച്ച് കേൾക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യാന്ന് പറയുന്നതിന് പകരം കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യാന്നുണ്ടാവും. ഹലോ, നമ്മുടെ ശീലം എന്തായിരിക്കും? കൂടുതൽ സംസാരിക്കാന്നുള്ളത്. ഒരു സെയിൽസ്മാന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? കുറച്ച് കേൾക്കുക, അല്ലെ കുറച്ച് പറയുക, കൂടുതൽ കേൾക്കുക. അപ്പൊ അവിടെ നമ്മളെ ആ സക്സസ്ഫുൾ ആയ സെയിൽസ്മാനിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? റിക്രൂട്ട്മെന്റ് ആരംഭിക്കുന്നത്. അങ്ങനെ കുറെ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് കുറെ ആളുകൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ ഉണ്ടാവും. പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ കസ്റ്റമർ ഉണ്ടാവും. ആ റിസൾട്ട് കിട്ടിയ കസ്റ്റമറെ ഞാൻ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് റിക്രൂട്ട്മെന്റ്. ആ റിക്രൂട്ട്മെന്റ് വഴിയാണ് എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു ടീം ലീഡർ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ വരുന്ന വഴി നമുക്ക് ഓർമ്മ വേണം, ഈ ചാനൽ നമുക്ക് ഓർമ്മ വേണം. അപ്പൊ സക്സസ്ഫുൾ ആയ സെയിൽസ്മാൻ റിക്രൂട്ട്മെന്റ് തുടങ്ങിയാൽ അദ്ദേഹം ടീം ലീഡർ ആയിട്ട് മാറും.
റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ലെങ്കിലോ അദ്ദേഹം എല്ലാ കാലത്തും പുറത്തു വെക്കുന്ന ഒരു സെയിൽസ്മാൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ടീമിൽ അങ്ങനെയും കുറെ ആളുകളുണ്ട്. അവർക്ക് ടീമൊന്നുമില്ല, പക്ഷെ അവർ നന്നായിട്ട് പുറത്തു വെക്കും. അയ്യോ സാറേ, ഞാൻ പറഞ്ഞ പോയിന്റ് ശരിയല്ലേ? യെസ്, അവിടുന്ന് റിക്രൂട്ട്മെന്റ് ഇല്ല. അപ്പൊ എവിടെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അവിടെ നമ്മൾ ടീം ലീഡർ ആവുള്ളൂ. ആ ടീം ലീഡർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടീം ബിൽഡിംഗ് നടക്കുകയുള്ളൂ. അല്ലെ? ടീം ബിൽഡിംഗ് എങ്ങനെയാ വെക്കുന്നത്? ഒരു പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് ഉണ്ടാവണം, അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവർ അപ്രോച്ച് ചെയ്യണം. അങ്ങനെയാണ് നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ? ഹോം മീറ്റിംഗും GTSഉം FSSഉം 1 to 1 ഒക്കെ നമ്മൾ കൊടുക്കണം. ഒരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെ? ചെറിയ ചെറിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗുകൾ വിളിക്കണം. ഇതിലൂടെയാണ് നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ ടീമിനെ വെച്ചിട്ടാണ് നമുക്ക് എല്ലാം സാധിക്കുന്നത്. ടീം ഇല്ലെങ്കിൽ മൈ ലൈഫിൽ ഒന്നും നമുക്ക് സാധിക്കില്ല. ഏത് വലിയ ടാർഗറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ടീം ഉണ്ടോ, സക്സസ് ആവും. പക്ഷെ ചെറിയൊരു ടാർഗറ്റ് ആണെങ്കിൽ പോലും ടീമില്ലെങ്കിൽ നേടാൻ സാധിക്കില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ടീമിനെ ബിൽഡ് ചെയ്യണം. അല്ലെ? ആ ടീമിനെ ബിൽഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ടീമിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റണം. വെറുതെ നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ മാക്സിമം ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ആ ടീമിനെ കയറ്റിടണം. അപ്പൊ നെക്സസ് പ്രോഗ്രാമിലേക്ക് ഒരുപാട് ആളുകളെ നിങ്ങൾ കൊണ്ടുപോയി അല്ലേ? അതേപോലെ തന്നെ GTS പ്രോഗ്രാമിനും FSSനും ഒക്കെ നമ്മളെ കൊണ്ടുപോകണം. അതിന്റെ പേരാണ് ട്രെയിൻ ദ ടീം. ടീമിനെ ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. ബിൽഡ് ചെയ്ത ടീമിനെ കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം. അവിടെ നമുക്ക് മോർണിംഗ് മീറ്റ് ഉണ്ട്, GTS പ്രോഗ്രാം ഉണ്ട്, പ്രൊഡക്ട് ട്രെയിനിങ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് ഉണ്ട്, ലീഡേഴ്സ് മീറ്റ് ഉണ്ട്. അല്ലെ? ഇങ്ങനെ ഓരോരോ ട്രെയിനിങ്ങിൽ FSS 1 day 2 day എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ഇതിലുണ്ട്. അപ്പൊ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവർക്ക് വ്യക്തമായ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ആ ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചുമ്മാ ഐഡിയ അടിച്ചിട്ടോ റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടോ യാതൊരു കാര്യമില്ല. അവർ ഓരോരോ പ്രോഗ്രാമിലേക്ക് കയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെ? അവിടെ നമ്മൾ മാക്സിമം ടീമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. 3 സ്റ്റെപ്പിൽ പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സക്സസ് ആവും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാന്ന് വെച്ചാൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, ഡെയിലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടീമിനെ കൃത്യമായിട്ട് വിളിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെ നമുക്ക് ABC ടീമായിട്ട് മാറ്റുക. ഡെയിലി വിളിക്കേണ്ട ആളുകൾ ഡെയിലി വിളിക്കുക, ഒരു ദിവസം വിട്ട് വിളിക്കേണ്ട ആളുകൾ അങ്ങനെ വിളിക്കുക, ആഴ്ചയിൽ വിളിക്കേണ്ട ആളുകൾ അങ്ങനെ വിളിക്കുക. അല്ലെ? എല്ലാ ആഴ്ചയിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം. ഒരു വീട് ഉണ്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വീട് മെയിൻറ്റെയിൻ ചെയ്യണം. ശരിയാണോ? ഒരു കാറ് വാങ്ങിയാൽ ആ കാർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് നശിച്ചു പോകും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കലാണ് മെയിൻറ്റെയിനിങ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നല്ലൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളെ കൂടെ വന്ന എല്ലാവരും നല്ല ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ ആ ടീമിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെ? അപ്പോ നമുക്ക് ഓരോ കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും റോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ. ഇതൊക്കെ ടീം മെയിൻറ്റെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കുക. അല്ലെ? സാമ്പത്തികമായ ഇടപാടുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇതൊക്കെയാണ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. പലപ്പോഴും ടീം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹലോ? ടീം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് ടീം ഉണ്ടാവും. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കും. ഓട്ടോമാറ്റിക് ടീം ഇല്ലാതാവും. ആ 3 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക, അതിന് മാക്സിമം ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, GTS പ്രോഗ്രാമിലേക്ക് ആളിലെത്തിക്കുക. രണ്ടാമത്തെ പടി എന്താണ്? ഇവരെ കൃത്യമായ ട്രെയിനിങ്ങിന് കയറ്റി ഇറക്കുക. ഹലോ? അവിടെ നമ്മളെ സംബന്ധിച്ച് ചില ആൾക്കാർ വരും, ചില ആൾക്കാർ വരില്ല. വിട്ടുകൊടുക്കരുത്, വിളിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ദിവസം അവർ വന്നിരിക്കും. എന്റെയൊക്കെ വലിയ സാർ ഒരുപാട് തവണ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഹലോ? അപ്പൊ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വലിയ പവറുണ്ട്. മൂന്നാമത്തെ പണി എന്താ? ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമ്മുടെ ടീമിൽ ആരുണ്ടാവും? ലീഡേഴ്സ് വരും. ലീഡർഷിപ്പ് ഈസ് നോട്ട് ആക്ഷൻ, ലീഡർഷിപ്പ് ഈസ് ആക്ഷൻ നോട്ട് പൊസിഷൻ എന്നാണ്. അല്ലെ? ഒരു TC എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ അല്ല, ഒരു ആക്ഷനാണ്. TC ATC ആകുമ്പോൾ ATC DTC ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്കൊരു പൊസിഷൻ അല്ല കിട്ടുന്നത്, അവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റിയാണ് കിട്ടുന്നത്. ഉത്തരവാദിത്തങ്ങൾ കൂടുക ചെയ്യുന്നു. എന്റെ റാങ്ക് കൂടുന്ന സമയത്ത് എനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്റെ റെസ്പോൺസിബിലിറ്റി കൂടി വരിക ചെയ്യുന്നു. ഞാനിപ്പോ MTC CTC ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതെ, അവിടെ ഒരു പുതിയ പൊസിഷൻ കിട്ടിയെന്നല്ലേ ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം എന്താണ്? എന്റെ ഉത്തരവാദിത്തം കൂടി. അപ്പൊ നമ്മുടെ ടീമിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളെ പറയുന്ന പേരാണ് ലീഡർ. ലീഡറെ സംബന്ധിച്ച് ലീഡർ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായി. ഹലോ? L for leading ആണോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആളാണോ? സാറേ ഇനി മീറ്റിംഗ് വിളിക്കണ്ട, കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞ അതേ കാര്യം എന്നല്ലേ പറയുന്നത്? വേണ്ട സാറേ, ഓരോ ദിവസവും പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഉണ്ടാക്കണം. ലേണിംഗ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡാ. ആ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ലീഡർ ആകാൻ പറ്റുള്ളൂ.
പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഡെയിലി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ഓഫ്ലൈൻ ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എഫിഷ്യന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിൽ നമ്മൾ എഫിഷ്യന്റ് ആണെന്ന് ലീഡർ എന്ന് പറയാം അല്ലെ. ഒരു കാര്യം ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നതിന് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അവിടെ കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അല്ലെ. എ ഫോർ ആറ്റിറ്റ്യൂഡ്, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യം. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട് നേടാൻ സാധിക്കാനുള്ളതാണ്. ഡി ഫോർ ഡെഡിക്കേഷൻ, നല്ലൊരു ആത്മസമർപ്പണം വേണം ലീഡറെ സംബന്ധിച്ച് അല്ലെ. ഇ ഫോർ എന്താണ്, എക്സാമ്പിൾ ആയി മാറുന്നതാണ്. ആർ ഫോർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അതാണ് ലീഡർ എന്നുള്ള വാക്കിനാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ടീം ഒരുപാട് ലീഡേഴ്സ് വരും. ലീഡർ എന്ന് പറഞ്ഞാൽ TC ആണോ ATC ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലീഡർ എന്ന് പറയാൻ വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളാണ് ലീഡർ. കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, അതിനനുസരിച്ച് നിങ്ങൾ ലീഡറായി. അതിന് റാങ്ക് ഒന്നുമില്ല. ചില ആളുകൾ സ്റ്റാർ മുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ചില ആളുകളോ റൂബി ആകുമ്പോഴേക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കും, ചില ആളുകളോ TC ആകുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഹലോ, ചില ആളുകൾ STC ആയാലും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ശരിയാണോ തെറ്റാണോ? അല്ലേ? ചില വീട്ടിലെ കുട്ടികളെ കണ്ടില്ലേ നിങ്ങൾ, നന്നേ ചെറുപ്പത്തിൽ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ തുടങ്ങും. ചില കുട്ടികൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയാലും പണിയൊന്നും എടുക്കൂല. അത് അവിടെ നമ്മളെ സംബന്ധിച്ച് ലീഡറുടെ റാങ്കോ വലുപ്പോ ഒന്നുമല്ല പ്രശ്നം, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതാണ് ലീഡർ. കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എന്താ പറയാ മുൻകൈ എടുക്കുന്നതാണ് ലീഡർ അല്ലെ. മോണിമീറ്റ് കയറി വളരെ മോണിമീറ്റ് കയറും അല്ലെ. മോണിമീറ്റ് കയറി അടുത്ത പണി എന്താ, ഞാൻ മോണിമീറ്റ് കയറി, എന്റെ അടുത്ത പണി എന്താ, എന്റെ ടീമിന് എത്ര പേര് കയറിയിട്ടുണ്ട്, ഇത് അന്വേഷിക്കൽ എന്റെ പണി, അതിന്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി. ഞാൻ മോണിമീറ്റ് കയറിയിട്ട് സാർ, അതല്ല. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ കയറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്റെ ടീമിൽ നിന്ന് എത്ര പേരൊന്നും മോണിമീറ്റ് കയറി, അവിടെ എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. യെസ് ഓർ നോ, ഓരോ കാര്യത്തിലും നമുക്ക് ഡ്യൂട്ടീസ് ഉത്തരവാദിത്തം ഉണ്ട്. അവിടെ ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ലീഡേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാസിംഗ് ഇൻകം കിട്ടും, നമുക്ക് ഫോറിൻ ട്രിപ്പ് പോവാം, ഹലോ നമുക്ക് 2,10,000 കിട്ടും. ഇതെല്ലാം ടീം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ടീം ഉണ്ടാവണമെങ്കിലോ നമ്മൾ ആദ്യം ലീഡർ ആയിട്ട് മാറും. അറിയാം, ഓക്കെ. അപ്പൊ ടീമിനെ എംപവർ ചെയ്യുന്ന ആളാണ്, ടീമിനെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് പറ്റണം, അവർ ലീഡ് ചെയ്യാൻ പറ്റണം, അവർക്ക് വിഷൻ ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ലീഡർ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാവരും ലീഡർഷിപ്പിലേക്ക് മാറുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. വലിയ ഓർമ്മിക്കുന്ന കാര്യം എന്താ വെച്ചിട്ട് ഇവിടെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ആവർത്തനങ്ങളുടെ ബിസിനസ്സാണ് മൈലേജ് സ്റ്റേ, ഓർമ്മപ്പെടുത്തലുകളുടെ ബിസിനസ്സാണ് മൈലേജ് സ്റ്റേ. അവിടെ MLM-ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തുടക്കത്തിൽ നമുക്കത് ഈ ഷോപ്പ് കാണുന്ന കംപ്ലീറ്റ് നമ്മുടെ എഫേർട്ടാണ്, നമ്മുടെ വർക്കാണ് അല്ലെ. തുടക്കത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ഇൻകം കിട്ടുക, അപ്പോഴാണ് പല ആൾക്കാർ നിർത്തി പോവാ. സാറത് ശരിയാവട്ടോ, ഞാൻ 2 കൊല്ലായി 1 കൊല്ലായി ഞാനിപ്പോ ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ പിന്നെ എന്തിനാണ് ചെയ്യുന്നത്. ഹലോ, ഞാൻ TC ചെയ്യാൻ വേണ്ടിയിട്ട് 8-9 മാസം എടുത്ത ആളാണ്. 9 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ കണക്കൂട്ടി വെക്കപ്പോ ആ കൂടി കിട്ടിയത് എത്രയാ, TC ആകുമ്പോൾ എത്രയാ വരുമാനം കിട്ടുക, 2 ലക്ഷം മേടിച്ചത് നമുക്ക് ആ കൂടി കിട്ടുക 30,000 രൂപയാ. ഹലോ, നമുക്ക് ചെലവുള്ള പൈസ കിട്ടിയിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് പല ഇൻഷുറൻസ് മേലെ അതിലും കൂടുതൽ പൈസ കിട്ടുന്ന, അതിലെങ്ങനെ പോയാലോ ചിന്തിക്കുകയാണെങ്കിലോ. എനിക്ക് എൻഗ്രാഫ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിൽ പിടിച്ചു തന്നു. എൻഗ്രാഫ് എനിക്ക് മനസ്സിലായി. ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ പോയ സമയത്ത് എന്റെ ലീഡേഴ്സ് എനിക്ക് എന്ത് പഠിപ്പിച്ചു തന്നു, എൻഗ്രാഫ് ഉണ്ട് മോനെ, ഇതിൽ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ വരുമാനം കിട്ടുള്ളൂ. ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ടീമും നമ്മളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫേർട്ട് കുറയും, നമ്മുടെ വരുമാനം കൂടും. എഫേർട്ട് കുറയും, വരുമാനം കൂടും അല്ലെ. ബെന്നി സാറെ ഗ്രാഫും അനീഷ് സാറെ ഗ്രാഫും മുബീൻ മുഹമ്മദ് സാറെ ഗ്രാഫൊക്കെ എവിടെയാണ് നിൽക്കുന്നത്, ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. അവർക്ക് എഫേർട്ട് കുറവാണ്, പക്ഷെ വരുമാനോ. ഹലോ, എന്നാൽ ഇന്ന് നമ്മളെ കൂടെ നിൽക്കുന്ന പല റൂബിക്കാരന്റെയും TC-കാരും DTC-കാരും STC-കാരൊക്കെ എവിടെയാ നിൽക്കുന്നത്, ഇതിന്റെ താഴത്താ. ഇപ്പോഴാണ് നമുക്ക് എന്ത് തോന്നുക, നിർത്തിപ്പോണം മതി എന്നൊക്കെ തോന്നുന്ന സമയത്ത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എൻഗ്രാഫ് നമ്മൾ മനസ്സിൽ വേണം. നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എഫേർട്ട് കുറയും, ഇൻകം കൂടും. അപ്പോ ഈ എൻഗ്രാഫ് എല്ലാവരും മനസ്സിലാലോചിച്ചുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഒരു കാരണവശാലും കുറയ്ക്കരുത്. മാക്സിമം ട്രെയിനിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. ഒരു 5 വർഷമെങ്കിലും ഇതിനെന്ത് ചെയ്യുക, പിടിച്ചു നിൽക്കുക. ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ്. ഒരാൾ ഡിസ്ട്രിബ്യൂട്ടറിൽ ഫെയിൽ ആവാനുള്ള കാരണം ഞാൻ പറയും, ഒരാൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നിർത്തി പോവാണ് അല്ലേ. ഡു മിനിമം 5 years. നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾ ഒഴിവാക്കുക. അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ അല്ലെ. പ്രോസ്പെക്ടിംഗ് ലിസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, പുതിയ ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കുക. ഹലോ, ഒരു പ്രോപ്പർ ആയിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഈ ആഴ്ചയിൽ എന്റെ ഗോൾ എന്താണ്, ഈ മാസം എന്റെ ഗോൾ എന്താണ്, ഈ വർഷം എന്റെ ഗോൾ എന്താണ്, ഒരു പ്രോപ്പർ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാം അല്ലെ. നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന പ്ലാനുകൾ കേൾക്കാതിരിക്കുക. പല ആൾക്കാരും പല കമ്പനിയായിട്ട് നിങ്ങളടുത്ത് വരും അല്ലെ. ഒരു പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പ്ലാൻ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ട്, നമുക്കറിയാലോ. അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ മൈ ലൈഫ് മാത്രം കേട്ടാൽ മതി, മൈ ലൈഫ് മാത്രം പഠിച്ചാൽ മതി, അതിനപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട.
ഓക്കെ, ആർ യു ആക്റ്റീവ് ഓർ പ്രൊഡക്റ്റീവ്? നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രൊഡക്റ്റീവ് ആണ്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഓടുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങൾ ഒരു മാസം ഒരാഴ്ചയിൽ എത്ര BV കൊണ്ടുവരുന്നുണ്ട്? പിന്നെ നമ്മൾ പ്രൊഡക്റ്റീവ് എന്ന് പറയാം. നമ്മൾ പ്രൊഡക്റ്റീവ് ആവണം, ആക്റ്റീവ് ആയാൽ പോരാ. നിങ്ങൾ ആക്റ്റീവായിട്ട് മൈലേജിൽ നിൽക്കുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിലും കയറുന്നുണ്ട്, പക്ഷെ ആഴ്ചയിൽ നമ്മൾ BV ഇല്ലെങ്കിലോ, ആഴ്ചയിൽ ബിസിനസ് ഇല്ലെങ്കിലോ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ല. ഹലോ, നിങ്ങളുടെ വീട്ടിലെ പശു നന്നായിട്ട് പുല്ല് തിന്നുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലെ പശു നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാലിത്തീറ്റ തിന്നുന്നുണ്ട്. പക്ഷെ 1 ലിറ്റർ പാല് പോലും തരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ആ പശു പ്രൊഡക്റ്റീവ് അല്ല, ആക്റ്റീവ് ആണ്. കാരണം എന്താ? അത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തല്ല, പാല് തരുന്നില്ല, പ്രൊഡക്റ്റീവ് അല്ല. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മള് ലൈഫും വർക്കും ഒരുമിച്ച് കൊണ്ടുപോവുക, ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല തൽക്കാലത്തേക്ക്. ഏത് പ്രതിസന്ധിയിലും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവരും ഇത്രയും സമയം എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് സമയം അധികം എടുത്തെന്ന് തോന്നുന്നു, സോറി. അപ്പോ എല്ലാവർക്കും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.